ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്ന് ലെറ്റ്സ് പ്ലേ സീരീസ് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. നമ്മൾ പുതിയ വേൾഡാണിത്. ഓക്കെ, ഈ വേൾഡിൻ്റെ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് വുഡ് മൈൻ ചെയ്യാം. ഇവിടെ അടുത്തെവിടെ ഞാൻ വുഡ് കാണുന്നില്ല. വുഡില്ലാത്തൊരു വേൾഡാണ് ഗൈസ് ഇത്. ഇവിടെ ആയിട്ട് ഒരു ലാവ പൂളുണ്ട്. വീട് വെച്ച് കഴിഞ്ഞാൽ അതിന് വിളി കയറി കത്തല്ലേ. ഓക്കെ, ഇവിടെ എവിടെയും ഞാൻ കാണുന്നില്ല ഗൈസ് ഒരു വുഡ്. നമുക്ക് അപ്പുറത്തെ വല്ല ഐലൻഡിലുണ്ടോ നോക്കിയിട്ട് വരാം. ഓക്കെ, നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അടിയിൽ വല്ല സോംബി ഉണ്ടെങ്കിലോ, മറ്റേ വെള്ളത്തിൻ്റെ അടിയിലെ സോംബിയെ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷെ ഞാനെന്താ കണ്ടുപിടിച്ചെന്ന് നോക്കി, നമ്മുടെ ആദ്യത്തെ രണ്ട് ട്രീയും കുറേ നേരമായി നിൽക്കണേ നോക്കണേ. 2 ട്രീ കിട്ടി. നമ്മുടെ ഐലൻഡിൽ തൊട്ടടുത്ത അപ്പുറത്തെ ഐലൻഡിൽ തന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് മറ്റേ ഒരു വില്ലേജ് ഉണ്ട്. ഒരു 19 ബ്ലോക്ക് ഇപ്പുറത്തേ ഉള്ളൂ. തൊട്ടടുത്താണ് ഈ വില്ലേജ്. നമുക്ക് ഈ വീടിൻ്റെ അകത്ത് കയറി പോവാം. ഇപ്പം രാത്രി ആവാറായി. ഇതിനകത്ത് നമുക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാറായി. ഓക്കെ, ഇറങ്ങി പോടാ. ഇന്ന് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന്. സോറി ഗൈസ്, അവനെ ബെഡുമായിട്ട് ലിങ്ക് ആയി. ഓക്കെ, നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മൾ ആ ബെഡും പൊട്ടിച്ചെടുത്ത്. അവൻ എവിടെയെങ്കിലും പോട്ടെ. സ്കൈനൽ എക്സ്പ്ലേ സീരീസിൻ്റെ പകുതി വെച്ച് നിർത്തി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് മറ്റേ ആ വേൾഡിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അറിയാതെ എൻ്റെ മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ആയി പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് നിർത്തി. ഇപ്പോൾ പുതിയ വേൾഡ് ഞാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ ആ മരത്തിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഈ മരം മുഴുവൻ മൈൻ ചെയ്യാം. ഇത് വലിയ മരമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറേ വുഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ എൻ്റെ ഞാൻ ആദ്യമായിട്ട് മൈൻ ചെയ്ത ബ്ലോക്ക് ഇതാണ്. അപ്പം ഇത് അവിടെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഡെർട്ട് ഒരു അടയാളത്തിന് വെച്ചേക്കാം. ഇത് ഞാൻ കഴിഞ്ഞ എക്സ്പ്ലെയിൻ സീരീസിന് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്യാം. സോ ഇനി നമുക്ക് ഫുള്ളും അങ്ങ് മൈൻ ചെയ്യാം. ഇത് വലിയ മരമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറേ കിട്ടിയേക്കും. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു സ്റ്റാക്കിൽ കൂടുതൽ കിട്ടി ഗൈസ്. ഒരു സ്റ്റാക്കിൽ കൂടുതൽ വുഡ് ആ ഒരു മരത്തിൽ നിന്ന്, അതും ഒരു സ്റ്റാക്കിൽ കൂടുതൽ പ്ലാങ്ക്. ഓക്കെ, അതിൽ നിന്ന് എനിക്ക് കുറച്ച് 4 എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. അതാണ് നമുക്കിനി കൊണ്ട് കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം. കുറച്ച് ഫുഡ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇവിടെ കുറേ വീറ്റുണ്ട്. നമുക്കിതൊക്കെ ഹോ കൊണ്ടെല്ലാം കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് മുന്നേ നമ്മൾ കളക്ട് ചെയ്തു. ഇനി നമുക്ക് നേരെ പോയി ഇവിടുത്തെ ക്യാരറ്റ് വല്ലതും ഉണ്ടോ എന്ന് അടിച്ച് മാറ്റാം. ഇതൊക്കെ കുഞ്ഞു സാധനമാണ്, അവരിപ്പോൾ തട്ടതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അപ്പുറത്ത് വല്ലതും ഉണ്ടാവും, നമുക്ക് പോയി നോക്കാം. പക്ഷെ നമ്മൾ അടുത്ത എപ്പിസോഡ് നമ്മൾ വീട് പണിയും. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എക്സ്പ്ലെയിൻ വെച്ചാൽ നമ്മൾ മറ്റേ വേൾഡ് ഡിലീറ്റ് ആയി പോയിട്ട് പിന്നെ ചോദിച്ചത് മെഗാ ബേസ് അല്ല, ആദ്യം ചെയ്ത് വരുന്നത് ആ ചെറിയ ബേസ് ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോഴത്തേക്കും അത് അതേപോലെ ആയിരിക്കത്തില്ല. നമുക്ക് ചെറിയ ചെറിയ ഡിഫറെൻ്റ് ഒക്കെയാണ് പറയണത്. നമ്മളൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഒക്കെ അതിനകത്ത് വരുത്തും. അത് നല്ല അടിപൊളി ബേസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ആ വീഡിയോയ്ക്കാണ്. ഓക്കെ, അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ പണിയാൻ പോണത്. പക്ഷേ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. സൈസൊക്കെ അതുപോലെ ആയിരിക്കും. പക്ഷെ നമുക്ക് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഉണ്ടാവും മെയിനായിട്ട്. നമുക്ക് ഫുഡ് ഇച്ചിരി തിന്നേക്കാം, ഹങ്കർ കുറഞ്ഞ്. ഇതവിടെ വില്ലേജ് നിൽപ്പുണ്ട്. ഓക്കെ, അവിടെ ഒരു ഒറ്റപ്പെട്ടൊരു വീട്. ഇവിടെ നമുക്കൊരു ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ അകത്ത് എന്താ പിക്കാക്സ്, ഗോൾഡൻ പിക്കാക്സ് എൻചാൻറ്റഡ് ആണ് ഗൈസ്. കുറേ ഫ്ലിൻ്റ് ഉണ്ട്. നമുക്ക് ഫ്ലിൻ്റ് ഒക്കെ എടുത്തേക്കാം. നമുക്കിനി മറ്റേ നെതർ പോർട്ടിൽ ഉണ്ടാക്കുമ്പോൾ ലൈറ്റ് ചെയ്യേണ്ടേ അല്ലേ. ഇപ്പം ഞാൻ ഉണ്ടാക്കിയ നെതർ പോർട്ട് അധികം ഡിസൈനൊന്നും കൊടുക്കുന്നില്ല ഗൈസ്. എനിക്ക് കഴിഞ്ഞ എക്സ്പ്ലെയിൻ സീരീസിൽ ഞാൻ ഡിസൈൻ കൊടുത്തായിരുന്നു. ഇതിൽ ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ ആ മാറ്റ് മാപ്പുകളൊക്കെ ഇട്ട് ചവിട്ടി അപ്പോൾ കാലടിച്ച്. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം നമുക്ക് നാളത്തെ വീടിന്. പക്ഷെ ഈ ഡയമണ്ട് പിക്കാക്സ് ഭയങ്കര പവറായി. ഒന്ന് തൊട്ടാൽ മതി, അപ്പം തന്നെ പൊട്ടിപ്പോരും. ചുമ്മാ ജസ്റ്റ് നമുക്ക് കോബിൾ സ്റ്റോൺ തൊട്ടാൽ മതി, അപ്പം തന്നെ പൊട്ടിപ്പോരും. ഇപ്പോൾ 2 എണ്ണം പൊട്ടിച്ചു. ഒന്ന് തോന്നുന്നേ തൊട്ടതേ ഉള്ളൂ, 2 എണ്ണം അങ്ങ് പൊട്ടി. നമ്മൾ ആ ഷവൽ ഇതുവരെ യൂസ് ചെയ്യില്ല. നമ്മളൊരു ഡൈ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി മേലോട്ട് കയറാം.